രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ വന്നത്. ഉള്ള തൊട്ട് ഇത് മീൻ കളിക്കുന്നത് കണ്ടോണ്ടിരിക്കുമല്ലോ വെറ്റിലേം വെച്ചോണ്ട്. പിന്നെ ജോത്സ്യരെ പറയുന്നുണ്ടൊന്നും തോന്നരുത്. രാവിലെ എണ്ണീറ്റ് ഒരു വക കഴിക്കാതെ ഇവിടെ വന്നിരിക്കുന്നത് ജോത്സ്യൻ മുറുക്കുന്നത് കാണാനല്ല. ഞങ്ങളുടെ പ്രശ്നം എന്തോന്ന് അറിയാനാ. അതൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? ഇത് മുറുക്കാനല്ല സ്ത്രീയെ, ഇതാണ് വെറ്റില ജ്യോത്സ്യം. അല്ല, കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ കവടിയായിരുന്നല്ലോ, ഈ വെറ്റില എവിടെ നിന്ന് കിട്ടി? അവിടെ കാണുന്നില്ല. അത് മാത്രമല്ല, അനിയനൊരു പുതിയ മുറുക്കം കട തുടങ്ങി. അന്ന് കുറച്ച് വെറ്റില നമുക്ക് മേടിക്കാൻ കിട്ടും ഫ്രീ ആയിട്ട്. നല്ലതാ, കച്ചവടം ആവുമല്ലോ. ഞാൻ കാണുന്നുണ്ട്. ഞാനും കാണുന്നുണ്ട്. എന്ത്? ജോത്സ്യരെ. വേറൊന്നും കാണുന്നില്ലേ? വെറ്റിലയാണോ? അതല്ല ഉദ്ദേശിച്ചത്. പാക്കാണോ? അതല്ല ഉദ്ദേശിച്ചത്. വെറ്റിലയ്ക്കകത്ത് ചിലത് ഞാൻ കാണുന്നുണ്ട്. ഇതൊക്കെ കാണണമെങ്കിലേ ഉൾക്കാഴ്ച വേണം, ഉൾക്കാഴ്ച. കണ്ണാടി വെക്കാതെ ഉണ്ടാക്കാൻ. എൻ്റെ പൊന്നു ജോത്സ്യരെ, പ്രായം ഇത്ര ആയില്ലയോ? ഉൾക്കാഴ്ചയൊക്കെ അതിനനുസരിച്ചേ വരത്തുള്ളൂ. അപ്പോ പ്രശ്നമാണ്. ആ വെറ്റയുടെ പുറകെ നല്ലോണക്ക് പുഴുവുണ്ട്, ഒന്ന് നോക്കി കുടഞ്ഞിട്ടാട്ടെ. അതല്ല പറഞ്ഞത്, നിങ്ങൾക്ക് പ്രശ്നമുണ്ടെന്ന്. ഒന്ന് പറ. അത് കേൾക്കാനല്ലേ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. അത് പറയാൻ ആദ്യം എന്നെ അനുവദിക്കേ. അമ്മ ഒന്നും മിണ്ടാണ്ടിരിക്കുക, അങ്ങനെ പറയട്ടെ. എന്നാ പറയാൻ പറ. വിശന്ന് കുടല് കഴിഞ്ഞിരിക്കുവോ ഇവിടെ? അടുത്താരാ ഉള്ളത്? മോള്. അതല്ല. ജോത്സ്യരോ? നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ആരാ ഉള്ളത്? ആയില്യം നക്ഷത്രത്തിലുള്ള ആരെങ്കിലും ഉണ്ടോ? ആമേ, നമ്മുടെ വിവേകേട്ടൻ. പിന്നെ എങ്ങനെ രക്ഷപ്പെടും? ഈ ആയില്യം എന്ന് പറഞ്ഞതേ പാമ്പിന്റെ നാളാ. പാമ്പിന്റെ നാളൊക്കെ മനുഷ്യനിടുവോ? പാമ്പിന് പൊതുവെ ഒരു നാളുണ്ടല്ലോ, അതാണ് ആയില്യം. അപ്പൊ ലോകത്തുള്ള എല്ലാ പാമ്പുകൾക്കും ഒരു നാളാണോ? അയ്യോ, അപ്പൊ അന്നക്കൊണ്ടൊക്കെ ആയില്യമാണോ നാള്? അതല്ല ഉദ്ദേശിച്ചത്. ഈ ആയില്യം നാളിന് മൃഗങ്ങളുണ്ടല്ലോ, മൃഗങ്ങള്. അങ്ങനെയുള്ള മൃഗമാണ് പാമ്പ്. പാമ്പ് മൃഗമാണോ? ഉഗ്രമല്ലേ? ഉഗ്രവോ? ഉഗ്രല്ല, ഉരകം. എന്തായാലും അതല്ലേ അല്ലേ? അതായത് ഈ ആയില്യ നക്ഷത്രത്തിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെ ദൃഷ്ടി പതിച്ചാൽ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. സമ്പൂർണ്ണ പരാജയം. മനസ്സിലായോ? അത് ചിലപ്പോ ഉള്ളതായിരിക്കും. എന്റെ ഈ കൊച്ചിനെ 8 ആലോചന വന്നു, 8 മുടങ്ങിപ്പോയി. നിങ്ങളുടെ മോളല്ലേ? കഴിഞ്ഞ തിങ്കളാഴ്ചയെ ഇവന്റെ മുഖം കണ്ടുകൊണ്ട് ഞാൻ സാധനം വാങ്ങിക്കാൻ പോയി. ചന്ത അടഞ്ഞു കിടക്കുന്നു. ഈ ചന്തയുള്ള വേറെ ചന്തയോ? അതിന് ചന്ത ദിവസം തിങ്കളാഴ്ചയല്ലല്ലോ, വെള്ളിയാഴ്ച അല്ലേ? വെള്ളിയാഴ്ച ആയിരുന്നെങ്കിൽ ഇപ്പൊ അങ്ങ് മറച്ചേനെ. അത് മാത്രമല്ല, ഇവനെ കണ്ടുകൊണ്ട് ബാങ്കിലെ ലോൺ എടുക്കാൻ പോയി, ലോൺ കിട്ടിയില്ല. അത് നമുക്ക് സിബിൽ സ്കോർ ഇല്ലാത്തോണ്ടാ. അവനല്ലേ ഇരിക്കുന്നത്. സിബിൽ സ്കോർ എങ്ങനെ കിട്ടും നമുക്ക്? അവൻ കാരണം സിബിൽ സ്കോർ പോലും ഇല്ല ഞങ്ങൾക്ക്. അപ്പൊ സിബിൽ സ്കോർ ആണ് പ്രശ്നം. ആ പ്രശ്നവും ഞാൻ ഇതിൽ കാണുന്നുണ്ടെങ്കിൽ ആ വെറ്റില്ലെങ്കിൽ ഇതാ, അതുകൊണ്ട് ബാങ്കിൽ കൊടുത്തിട്ട് ഞാൻ സിബിൽ സ്കോർ ഉണ്ടാക്കട്ടെ. സിബിൽ സ്കോർ എൻ്റെ കാര്യം എവിടെ? ഒരു പ്രശ്നം കൂടെ നോക്കാം. എന്റെ പൊന്നു ജോത്സ്യരെ, ഒരു പച്ച വെള്ളം കുടിക്കാതെ വന്നതാ. ഇന്ന് കഥാപ്രസംഗം നടത്തി കൺമഷി ഇട്ട് വെറ്റിലേക്കകത്ത് തോണ്ടിക്കൊണ്ടിരിക്കാത്ത പരിഹാരം ഇങ്ങോട്ടൊന്ന് പറഞ്ഞു താ. ഒരു പരിഹാരം ഞാൻ കാണുന്നുണ്ട്. വീടിന് ചുറ്റും മഞ്ഞ മുള വെച്ച് പിടിപ്പിക്കുക. അതേ ഉള്ളു മാർഗം. എന്റെ പൊന്നു ജോത്സ്യരെ, വീടിന് ചുറ്റും മഞ്ഞമുള വെച്ച് നട്ടതാ ഞാന്. അവസാനം മഞ്ഞമുള കാരണം ഉള്ള ആയില്യ നക്ഷത്ര ജാതരെല്ലാം കൂടെ വീടിനകത്ത് കയറി താമസിക്കും. ഒരു രാജവെമ്പാലയം ഉണ്ടായിരുന്നു. അവസാനം ഈ മഞ്ഞമുള എല്ലാം കൂടെ വെട്ടി വീറ്റ് 3 സെന്റ് സ്ഥലവും ഞാൻ വാങ്ങിച്ചു. അമ്മ, നമ്മൾ ചെയ്തതിന്റെ പ്രശ്നമായിരിക്കും. അതെ ജോത്സ്യരെ, നമ്മൾ ഈ മഞ്ഞമുള വയ്ക്കുമ്പോൾ എന്തെങ്കിലും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണോ? മഞ്ഞമുള നടുമ്പം പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് മുള മഞ്ഞയാണോ നോക്കണം. പോയാലോ? ഈ മഞ്ഞമുള വെച്ച് പിടിപ്പിച്ചിട്ടും നിങ്ങളുടെ ദൃഷ്ടിദോഷം മാറുന്നില്ലെങ്കിൽ അവൻ ചില്ലറക്കാരനല്ല. ചുരുക്കി പറഞ്ഞ കയ്യിൽ ഐറ്റം ഒന്നും ഇല്ല പരിഹാരം പറയാന്. ഒരു പരിഹാരം ഞാൻ വീണ്ടും കാണുന്നുണ്ട്. കൊച്ചിന്റെ ആയിരിക്കും അല്ലയോ? മോളുടെ അപ്പൊ വരും, സ്കൂളിൽ പോകാനായിട്ടെ. തീപ്പെട്ടി മുക്കിയ പാട്. പരിഹാരം എന്തുവാ? ഞാനൊരു ഓല തരാം. ഇത് മെടയാനോ? അതോ ഈ മഞ്ഞമുള വെട്ടിയ സ്ഥാനത്ത് ഈ ഓലയെല്ലാം കൂടെ നട്ട് ഓലക്കീറുണ്ടാക്കി തെങ്ങ് വളർത്താനോ? എന്തുവാ ഇത്? ആ ഓലയല്ല, എഴുത്തോല. അറിയാവോ? എന്നിട്ട് അതങ്ങോട്ട് തരുമ്പോ ദക്ഷിണയും തന്ന് കാലിലും തൊട്ടു എഴുത് അങ്ങോട്ട് പോവുക. ഈ പറഞ്ഞ പരിഹാരം അല്ലാവേ ഞങ്ങൾ നേരത്തെ നോക്കിയതാ. വേറെ വല്ലതും ഉണ്ടെന്നറിയാൻ വേണ്ടി വന്നതാ. ഇല്ലല്ലോ, പോവാ. അപ്പൊ ദക്ഷിണ ഞാൻ തരുന്നുണ്ടോ? ഇങ്ങനെ മഷിയിട്ട് നോക്കും. സാധ്യതയൊന്നും കാണുന്നില്ല. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2026 നിലവിലുള്ള പാഠ്യപദ്ധതി പൂർത്തീകരിച്ചാൽ പോലും ജോലി സാധ്യതകൾ അഥവാ തൃപ്തിയായിട്ടുള്ള ജോലിയോ സ്ഥാനമാനങ്ങളോട് കൂടിയതായിട്ടുള്ള ജോലിയോ
കുറവാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്തോ പറയാനേ 26-ലും ജോലിക്ക് പോകാൻ പറ്റത്തില്ല ദൈവമേ. എടാ മോനെ ആ സൗണ്ട് ഒന്ന് കുറച്ച് വെക്കടാ. നീ നാട്ടുകാരെ മൊത്തം അറിയിക്കാതെ നീ ആയില്ലേ വന്ന്. അമ്മ നാട്ടുകാർക്കൊന്നും അറിയത്തില്ല, ഞാൻ മകവെന്നാ പറഞ്ഞേക്കുന്നത് എൻ്റെ നാള്. അങ്ങനെ സുമതിയുടെ നാളും തോന്നുന്നു നിനക്കറിയാവോ? അതായില്ലേ. അതുപോലെ നിന്റെ നാളിന്റെ കാര്യം എല്ലാവർക്കും അറിയാം, അത് നിനക്ക് മാത്രമേ ഉള്ളൂ അറിയാത്ത. എൻ്റെ അമ്മയ്ക്ക് ഒരു 2 മണിക്കൂറോടെ വെയിറ്റ് ചെയ്തുകൂടായിരുന്നു അമ്മ എന്നെ പ്രസവിക്കാൻ നേരം. എന്തത്തിന് അമ്മ 1000-ന് എന്നെ അങ്ങോട്ട് പറ്റിട്ടത്? അതെന്തോടാ മോനെ ശ്വാസം പിടിച്ചു വെക്കുന്നവരോന്നാണോ മോനെ പ്രസവം പിടിച്ചു വെക്കുന്നേ? അല്ല നീ എന്തിനാ ചാടിത്തുള്ളി പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത്? 2 മണിക്കൂറോടെ നിനക്കങ്ങ് പിടിച്ചു വെച്ചുകൂടായിരുന്നു? അമ്മ അകത്ത് കിടക്കുന്ന ഞാൻ ആണേതാ പെണ്ണേതാന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഞാൻ ആയില്ല് വന്നോ മക വന്നോ പൂരാട വന്നോ എന്ന് പറഞ്ഞാണ് വെളിയിലോട്ട് വരുന്നത്. മോനെ ഇതൊക്കെ ഒരു അന്ധവിശ്വാസം അല്ലേ മോനെ? എന്തോ അത് അയലത്തുള്ളവർ കൂടെ തോന്നിയാൽ മതി അന്ധവിശ്വാസമാണെന്ന്. എന്താണ് അമ്മയും മോനോട് ചർച്ച? ഓ ഞങ്ങളിവിടെ യുദ്ധത്തെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു മോനെ. ഇപ്പൊ മറ്റേ വള്ളങ്ങളുടെ കമന്റ് പറയുന്ന പോലെയല്ലേ, അവിടെ പൊട്ടി ഇവിടെ പൊട്ടി. ചാനലുകാർക്കൊക്കെ ആഘോഷമാണ്. നീ ഇരിക്കലയാ. എൻ്റെ അളിയ നീ ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കാതെ ഇറക്കി വെളിയിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങടാ. വെളിയിലോട്ടൊന്നും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാടേ. ആയില്ല എന്ന് പറയുന്ന നാട്ടുകാർ മൊത്തം എന്നെ അതും ഇതൊക്കെ പറയാം. അത് മാത്രമല്ല അപ്പുറത്തെ പെണ്ണുമ്പോൾ എന്നെ കാണുമ്പോൾ തുപ്പുവോ. എടാ ഇത് ഇതുവരെ കഴിഞ്ഞില്ലേ? ഇപ്പൊ തന്നെ മോനെ കുറച്ച് മുളയെല്ലാം കൂടെ വെട്ടിക്കളഞ്ഞിട്ട് പാമ്പിന്റെ ശല്യം കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ വയ്യ. പാമ്പാ? അവർ മുള കൊണ്ട് വെച്ചില്ലേ, അത് വെട്ടിക്കഴിഞ്ഞപ്പോൾ മഴവെള്ളം വീണിട്ട് ആ കുറ്റി മൊത്തം നിറഞ്ഞ് കൊതുക് മുട്ടയിട്ട് ഉള്ളതെല്ലാം കൂടി ഇങ്ങോട്ട് ഇരച്ച് കയറുക. ഇതിപ്പോൾ ഒരു നൈസായില്ലേ, വൈകിട്ടാകുമ്പോൾ എൻ്റർടൈൻമെൻ്റ് ആയില്ലേ നിങ്ങൾക്ക് അടിച്ചോണ്ടിരിക്കാൻ. നീ വൈകുന്നേരം ഒന്നും നീ കൂടെ വാ, ഇന്ന് അടിച്ചോണ്ടിരിക്കുക ഇവിടെ. അല്ല അവരോട് സംസാരിച്ച് നോക്കാൻ പാടില്ലേ? അമ്മ അവരുടെ ഫോൺ നമ്പർ കൊടുക്കും, ഇവനൊന്നും സംസാരിക്കണം. എൻ്റെ പൊന്നളിയാ ഈച്ചയുടെ ചിറക് പോലെ നാക്ക് കിടന്ന് അടിക്കുന്നത് അവരുടെ വായിലൊന്നും കയറി പഴയ്ക്കാൻ പറ്റത്തില്ല നമുക്ക്. അങ്ങോട്ട് ചെന്ന് കയറാത്ത കുഴപ്പമേ ഉള്ളൂ. ആ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഒന്ന് കാണാം. പഞ്ചായത്തിലൊക്കെ ഈ കാര്യത്തിന് എങ്ങനെയാ പോയി സംസാരിക്കുന്നത്? എടാ ഇതൊക്കെ ഈ പഞ്ചായത്ത് നടക്കുന്ന കാര്യമല്ലേ, പുള്ളിയോട് പറയട്ടെ. എടാ നീ ഒന്ന് പോയി സംസാരിക്കടാ. ഇല്ലാത്ത പദ്ധതിയുടെ പേരും പറഞ്ഞുണ്ടാക്കിയ കാശ പഞ്ചായത്തിൻ്റെ. ആരിലും ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഒന്ന് കെട്ടി തീർക്കാൻ പറ അവരോട്. ഇരുന്ന് അടുത്തല്ലേ ജവാൻ രാവിലെ വലിച്ച് കയറ്റിട്ട് ഇരിക്കുവോ? പണിയേടേ പ്രസിഡന്റെ എന്താ എന്താ? അല്ലൊരു പരാതി തരാൻ വന്നാ. ഇവിടെ അത് ഇങ്ങോട്ടല്ലല്ലോ കൊണ്ടുവരണ്ട, പഞ്ചായത്തിലോട്ട് വാ. എൻ്റെ പൊന്നു മെമ്പറെ നിവേദനം കൊണ്ട് പഞ്ചായത്തിലോട്ട് വന്ന പദ്ധതി എന്ന് പറഞ്ഞ മെമ്പർ അങ്ങ് ഇറങ്ങി പോവല്ലയോ, അതുകൊണ്ടാണ് വീട്ടിലോട്ട് വന്നത്. എവിടെങ്കിലും വെച്ച് കാണാമെന്ന് വെച്ചാൽ ഇതെന്ത് പരിപാടി? ഇവിടെ മറ്റേ തൂമ്പയൊക്കെ തുരുമ്പിച്ചിരിക്കുന്നത്, അത് ചെത്താൻ വേണ്ടി കുറച്ച് നേരം നിൽക്കും. ഇത്ര വലിയ കുഴിക്കുന്ന എത്തുന്നത് അത് കപ്പ കൊടുക്കണേ. അത് ഞാൻ ഇവിടെ നിൽക്കുന്നത്, എൻ്റെ സംസാരിക്കുക അതൊക്കെ വേറെ മാറ്ററല്ലേ. മേടിക്കും ഇവിടെ കൊടുക്കടാ. ആ ഇതിനൊക്കെ കുറച്ച് ആവശ്യം വേണ്ടി വരും. മേടിക്കാൻ ആവശ്യം 2 മിനിറ്റ് പോരെ. കൊണ്ടോ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ പരിഹരിച്ചു തരും. ഞാൻ ആദ്യം ഒന്ന് വായിച്ചു നോക്കും, പിന്നെ അങ്ങനെ പരിഹരിക്കുന്നു. ഓ അത് ശരി. എന്തായിരുന്നു കാര്യം? ഇത് വെറുതെ എഴുതിക്കൊണ്ട് വന്ന 4-5 പേജ്. ഇനി പറഞ്ഞോളൂ. എൻ്റെ മെമ്പറെ എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ പെണ്ണും പിള്ള ഞാൻ ആയില്ലോ എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിന് ചുറ്റും കൊണ്ടുവന്ന് മുള വെച്ച് നട്ടു. ആ മുള കളിച്ചപ്പോൾ അവർ വെട്ടിക്കഴിഞ്ഞപ്പോൾ അത് മൊത്തം പൊത്തായിട്ടിരിക്കും. മഴ പെയ്തപ്പോൾ അതിന് വെള്ളം വീണ് കൊതു മുട്ടയിട്ട് എൻ്റെ വീട്ടിലോട്ട് പറന്ന് കയറും എല്ലാം കൂടെ. അത് മാത്രമല്ല പൊനത്തി മൊത്തം പാമ്പ് കയറിയിരിക്കുക. ഞാൻ എന്തോ ചെയ്യണം പിന്നെ? പാമ്പോ? അതിപ്പോ ഞാൻ എന്തോ ചെയ്യാൻ? മെമ്പർ അവിടെ ഒന്ന് സംസാരിക്കണം. പാമ്പൊക്കെ എറിഞ്ഞ് നടക്കുന്നത് ഞാൻ വന്നിട്ട് കാണിക്കാനാണോ? ഞാൻ വിളിച്ചു പറയാം, അവിടെ പോയി വിളിച്ചു പറഞ്ഞോളാം, പഞ്ചായത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞോളാം. വിളിച്ചു പറഞ്ഞാൽ ശരിയാവത്തില്ല, നേരിട്ട് വന്ന് സംസാരിക്കണം. അത് മെമ്പർ ഒന്ന് വന്നു, ഞാൻ പറഞ്ഞിട്ടൊന്നും കേൾക്കത്തില്ല. അവരെ ചീത്ത വിളിക്കും പെണ്ണുമ്പോൾ. അവളെങ്ങനെ വന്ന് എൻ്റെ ജീവനം നല്ല പറ്റിക്കഴിഞ്ഞ് ആളുകളെ ഞാൻ എങ്ങനെ നോക്കും? നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ചെല്ലേ. മെമ്പർ ചെല്ലെന്ന് പറഞ്ഞാൽ ശരിയാവത്തില്ല മെമ്പറെ. എനിക്ക് ഞങ്ങൾക്ക് ഭയങ്കര ഇറിറ്റേഷൻ, അതുകൊണ്ട് ഒന്ന് വാ മെമ്പറെ വീടിന് അങ്ങോട്ട്. നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഉണ്ടോ? ഉണ്ടോ? ഇല്ലടേ. എടാ നിങ്ങൾ ചെല്ലെന്ന് വരണേ. വരാം, ചെല്ല്, ധൈര്യത്തോടെ പോകും. ഞാൻ ചെറിയ ഞാൻ ഏറ്റടാ. എന്താ? ഒരു അപേക്ഷ തരാൻ വന്നതാ. എന്റെ വീട്ടിലോട്ടാണോ അപേക്ഷ കൂടെ വരുന്നത്? നിങ്ങൾ പഞ്ചായത്ത് ഓഫീസിലോട്ട് വന്നേ. അയ്യോ പ്രസിഡന്റ് പോവല്ലേ? എന്താ ഇങ്ങോട്ട് നോക്കാൻ അങ്ങോട്ട് എന്തിനാ നോക്കുന്നേ? അല്ല എന്റെ മോടെ കല്യാണം നടക്കും, അതിന്റെ ഒരു അപേക്ഷ തരാൻ വന്നതാ. പഞ്ചായത്ത് അപേക്ഷ ഒന്നും കല്യാണം നടക്കത്തില്ല. അതെനിക്കറിയാം. അപേക്ഷ തന്നു കഴിഞ്ഞാൽ എന്തോ നടത്തുന്നത് ഇവിടെ? പ്രസിഡന്റിന്റെ വീട് മോടി പിടിക്കുന്നത് മാത്രം മിച്ചം.
എന്റെ പൊന്നു പ്രസിഡന്റ്, ഞാൻ അതല്ല പറഞ്ഞത്. മുമ്പേ ഇവിടെ വന്ന വിവേക് ഉണ്ടല്ലോ, ആ വിവേകിനെ നാട് കടത്തണം. ഒരാളെ നാട് കടത്താൻ പദ്ധതി ഒന്നും പഞ്ചായത്തിനില്ലെന്ന്. നിങ്ങൾ വല്ല റോഡ് ടാർ ചെയ്യാനോ പോസ്റ്റ് ബൾബ് ഇടാനോ ഒക്കെ പറ, ഞങ്ങൾ ചെയ്തുതരാം. അയ്യോ, എനിക്കിപ്പോ അതൊന്നും അല്ല ചെയ്യേണ്ടത്. അവരെ നാളെന്തോന്നറിയാമോ? എന്തുവാ? അന്നക്കൊണ്ടയുടെ നാളാ. അന്നക്കൊണ്ടയുടെ നാളോ? അന്നക്കൊണ്ടൊക്കെ നാളൊക്കെ ഉണ്ടോ? പിന്നെ എന്തുവാ, എല്ലാ പട്ടിക്കും പൂച്ചയ്ക്കും വരെ നാളുണ്ട്. അന്നക്കൊണ്ടയുടെ നാളാ അവന് അടുത്തുണ്ടെങ്കിലും ഉണ്ടല്ലോ, ധനനഷ്ടം, മാനഹാനി, മാനഭംഗം എല്ലാം നടക്കും. മാനഭംഗം? മാനത്തിന് ഭംഗം. ഈ ഒരൊറ്റ ഒരുത്തൻ കാരണം കഴിഞ്ഞ 8 വട്ടമായിട്ട് എന്റെ മോടെ കല്യാണം മുടങ്ങിയത്. അവനെ എങ്ങനെയെങ്കിലും വല്ല പാമ്പാട്ടിയും പിടിച്ച് പാമ്പ് പിടുത്തക്കാരനെ പിടിച്ച് കാട്ടിൽ കൊണ്ടിട്ടേ പറ്റത്തുള്ളൂ. ഇതൊന്നും പഞ്ചായത്തിനെ കൊണ്ട് പറ്റത്തില്ലെന്ന്. ഓ പിന്നെ പഞ്ചായത്തിനെ കൊണ്ട് പിന്നെ പറ്റുന്ന എന്തുവാ? വീട് പണിയാനോ നിങ്ങളുടെ? കാര്യം പറ, നിങ്ങൾ കാര്യം പറ, കാര്യം പറ. എന്തെങ്കിലും ഒന്ന് ചെയ്യ എന്റെ പൊന്നു പ്രസിഡന്റ്. നിങ്ങൾക്ക് വോട്ട് തന്ന് ജയിപ്പിച്ചത് ഞങ്ങളല്ലയോ? അതൊക്കെ ശരി, നിങ്ങൾ കാര്യം പറഞ്ഞിട്ട് പോ. എന്ത് ചെയ്യണം ഞങ്ങള്? ശരി, കൂടോത്രം വല്ലതും ചെയ്യാൻ പറ്റുമോ? ആണ്ട പിന്നെയും കിടക്കുന്നു. എടേ, കൂടോത്രമൊക്കെ പഞ്ചായത്ത് ഞങ്ങൾ ഇങ്ങനെ ഹോം ചെയ്ത് ഉണ്ടാക്കുവോ? പിന്നെ കുടുംബശ്രീക്ക് വല്ല വെച്ചേക്കുന്നത്, തൊഴിലുറപ്പിന് വെച്ചേക്കുന്ന പൈസ എടുത്ത് ഇച്ചിരി കൂടോത്രം നടത്തി കഴിഞ്ഞാൽ എന്തുവാ, ആരും അറിയാൻ പോകുന്നില്ല. അഥവാ അത് ജയിക്കുവാണെങ്കിൽ പ്രസിഡന്റിന്റെ പേര് ഞാൻ ഫ്ലെക്സ് വെക്കാം. 2 ലക്ഷം രൂപ മുടക്കുള്ള ഫ്ലെക്സ്. നിങ്ങൾ നിങ്ങൾ പരാതിയാ കൊണ്ടുവന്ന പരാതിയാ ഞാൻ നടത്തി തരും. നിങ്ങളുടെ മോക്ക് കല്യാണം നടത്തി തരും. വലിയ ഉപകാരം. ധൈര്യമായിട്ട് പോ, ധൈര്യമായിട്ട് പോക്കോ. പോക്കോ, കോട മൂത്ത് പോ, നല്ല വെയില്. ശരി. അണാതി നീ എന്തിനാണ് എന്നെ ശവത്തിന്റെ മുന്നിൽ കൊണ്ടിരുത്തിയേക്കുന്നേ? ചുമ്മാ ഒരു തോന്നിയ ദിവസം വിളിച്ച് പറയല്ലേ. വലിയ ജോയിസരാ വിളിക്കുന്നു. ജോയിസരെ. ആ ചെങ്ങാട്ടെ, അപ്പു വരുന്നോ? അല്ല, ജോയിസർ എന്താ ഈ കോലത്തിൽ? ഇതല്ലേ ഇപ്പൊ ട്രെൻഡ്. പലരും ഇതുപോലെ വേഷം കെട്ടി ഇറങ്ങി തുടങ്ങി. ഞാനും തുടങ്ങി. കാട്ടാള സ്വാമി, ഇല്ലേ വെറ്റില സ്വാമി എന്നറിയപ്പെടും. ഏതാ ട്രെൻഡെന്ന് വെച്ചാൽ അത് തന്നെ പിടിക്കും. പറ, എന്താ കാര്യം? ഒരു കല്യാണം കഴിക്കണം. എടാ കാട്ടുകഴിവറി, 3 കൊല്ലം മുമ്പ് ഈ കാര്യം പറഞ്ഞു വന്നപ്പം നിന്നെ പിടിച്ച് കെട്ടിച്ചാന്നോ ഒരു പാവം പെണ്ണിനെ? ആ പെണ്ണ് തന്ത എന്നെ അന്വേഷിച്ചോണ്ടിരിക്കുക, അറിയാവോ? അയ്യോ, അവനല്ല, എനിക്കാ കല്യാണം കഴിക്കണ്ടേ. ഓ, കുട്ടിക്കാണോ? എന്താ പേരെന്താ? വിവേക്. വിവേക്, നല്ല പേര്. പെണ്ണ് കാണുമല്ലോ, നടക്കുന്നുണ്ടോ? ഡെയിലി പെണ്ണ് കാണുന്നുണ്ട്. ഞാൻ ഇവനൂടെ പോയാ കാണുന്നത്. ഈ കോളേജിന്റെ മുന്നിൽ പോയി വായി നോക്കുന്ന കേസല്ലേ ചോദിച്ചത്? അല്ല, കോളേജിന്റെ മുന്നിലല്ല, വീട്ടിലാ പോയി കാണുന്ന പെണ്ണ്. രാത്രിയിലെ കാര്യമല്ല ഉദ്ദേശിച്ചത്, അല്ലാതെ പകല്? അല്ലല്ല, ഞാൻ വീട്ടിൽ ഡയറക്റ്റ് പോയാ കാണുന്നത്. വീട്ടിൽ പോയി ചായം കുടിക്കുന്നുണ്ട്, ബേക്കറി പലഹാരം കഴിക്കുന്നുണ്ട്, എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 10-30 വയസ്സ് കഴിഞ്ഞുകൊണ്ട് ഈ ബേക്കറി പലഹാരം എല്ലാം അവിടെ കഴിച്ച് ഷുഗർ പിടിക്കുന്നതിന് മുമ്പ് എനിക്കൊരു കല്യാണം നടക്കുമോ ഇല്ലയെന്ന് അറിയണം. അപ്പം അതാണ് പ്രശ്നം. പരിഹാരം വേണം. രാവിലെയും വൈകിട്ടും പാവയ്ക്കാ നീര് കുടിക്കുക, വെറും വയറ്റിൽ. അല്ല, അപ്പോൾ പാവയ്ക്ക നീര് കുടിച്ചാൽ പെണ്ണ് കിട്ടുമോ? പെണ്ണ് കിട്ടത്തില്ല, ഷുഗർ കുറയും. എനിക്ക് ഷുഗർ കുറയണ്ട, എനിക്ക് പെണ്ണ് കിട്ടിയാൽ മതി. അപ്പം ഷുഗർ കുറയണ്ടേ? എനിക്ക് ഷുഗർ കുറയണം, പെണ്ണ് കിട്ടിയില്ലെങ്കിൽ ഷുഗർ. എടാ, എന്തുവാ ഇത്? എന്റെ ജോയിസർ എന്തോ നാട്ടുവൈദ്യോ? ഇവനൊരു പെണ്ണ് കിട്ടണം, അതിനാണ് നമ്മൾ ഇവിടെ പോയി വന്നത്. ഓ, പെണ്ണ് വേണം. നാളെ ഏതാ? നാളെ ശനിയാഴ്ചയല്ലേ? ആ, ശനി. നാളെ ശനി. അപ്പം ഇന്ന് വെള്ളിയാ. അതല്ലേ ചോദിച്ചത്, തൻ്റെ നാളെ ഏതാന്ന്? എൻ്റെ നാള് ആധാറിലായില്ലയോ? ആധാറിലായില്ലയോ? അല്ല, എല്ലാ ഡീറ്റെയിൽസും എനിക്ക് വരുന്നുണ്ടല്ലോ. ശരിക്കുള്ള നാള് പറ. ജോത്സരെ, എൻ്റെ നാളായില്ലയോ, പക്ഷെ വെളി ഞാൻ പറയുന്നത് മകമാണ്. ആയില്യമാണ് നാള്. അപ്പോ മൂർഖനാണല്ലോ. മൂർഖ ഇവിടെ ഒന്നല്ല പറഞ്ഞത്. ആയില്യം നാള് മൂർഖവനാണെന്ന് മനസ്സിലായോ? ഓ, നേരത്തെ പാമ്പ് മാത്രമേ ഉള്ളായിരുന്നല്ലോ, ഇതിപ്പോ ഇവിടുന്ന് മൂർഖം വന്നു. എന്താ മൂർഖം പാമ്പല്ലേ? അതാ വേറെന്തേലും വന്നോ? അതോ മൂർഖ ഷഡ്പദമാണോ? ജോത്സരെ, എനിക്ക് പെണ്ണ് കിട്ടൂല്ലെന്ന് പറഞ്ഞ ജോത്സരെ ഒന്ന്. എൻ്റെ കയ്യിലൊരു പെണ്ണുണ്ട്. അശ്വതി നാള്, കാർത്തിക നക്ഷത്രം, 32 വയസ്സ്. അതൊരു 6 മാസം. ഗർഭിണി അല്ലുവേ, ഇവനേക്കാളും 6 മാസം മൂത്തത്. 6 മാസം മൂത്തതിനൊക്കെ എങ്ങനെ കല്യാണം കഴിക്കുന്നേ? ഇതിനെത്ര പ്രശ്നം എന്താ? സച്ചിൻ ടെണ്ടുൽക്കർ. സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ അഭിഷേക് ബച്ചൻ്റെ കാര്യം പറയാനാണെങ്കിൽ ജനിച്ച കാലം മുതൽ കമ്പാരിസൺ കേൾക്കുന്നതാണ്. പ്രായത്തിൽ മൂത്തവരുടെ കല്യാണത്തെക്കുറിച്ച് പറയുമ്പോൾ അതെനിക്ക് കേൾക്കണ്ട. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, എനിക്ക് പ്രായത്തിൽ കുറഞ്ഞത് മതി. എന്നാൽ പിന്നെ എൻ്റെ കാര്യം പറയാം. എൻ്റെ ഭാര്യ എന്നെക്കാളും 12 വയസ്സ് മൂത്തതാ. അതൊരു ഇൻസ്പിറേഷൻ അല്ലേ? എടാ, എൻ്റെ ജോയിസറെ കല്യാണം നടക്കാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടെന്ന് പറ. എൻ്റെ ഒരു കുടുംബക്ഷേത്രമുണ്ട്, അടുത്തൊരു സർപ്പക്കാവും. അവിടെ പോയി ഒരു സർപ്പം തുള്ളൽ നടത്തുക, അതുപോലെ തന്നെ കാവ്യ കിടന്ന് ഉരുളുക.
കാവി കിടന്ന് ഉരുണ്ട പാമ്പ് കടിച്ച് ആവത്തില്ല ജോത്സരെ. അത് സുഹൃത്തെന്ന് കരുതുക, മനസ്സിലായോ? അഥവാ കടിച്ചില്ലെങ്കിൽ ഒരു 5000 രൂപ വഞ്ചിപ്പെട്ടി ഇടുക. എന്തിനാ എന്തിനാ? അടുത്ത മാസം ഉത്സവമാണ്, കുറേ കാലത്ത് ഉത്സവം നടക്കുന്നില്ല, ഞാൻ നടത്താമെന്ന് പറഞ്ഞിരിക്കുക. പൈസ ആവശ്യങ്ങളൊക്കെ ഇല്ലേ? എനിക്കെന്തെങ്കിലും പരിഹാരം ഉണ്ടെങ്കിൽ പറഞ്ഞു തരുമോ? വേറെ പരിഹാരമുണ്ട്, പാക്കെടുത്തില്ല. എനിക്കടാ കടം കുഴിയാണ് എനിക്ക്. അർദ്ധരാത്രി സർപ്പത്തിൻ്റെ മുന്നിൽ നഗ്നനായി നിന്ന് പോയമാര് പിന്നെ എനിക്കെന്തിനാ? വരുന്ന കാര്യമൊന്ന് നേരത്തെ വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കാമായിരുന്നു. കാര്യമായി വിളിച്ച് പറയാനോ അടുകൂടി ഞാനേ. കുട്ടി എന്തുവരെ പഠിച്ചു? ഞാൻ പ്രീ ഡിഗ്രി ഫസ്റ്റ് റാങ്ക് ഉണ്ടായിരുന്നു. അതല്ലേ? അത് കഴിഞ്ഞ് പിന്നെ ഡിഗ്രിക്ക് പോയി. പക്ഷെ സീറ്റ് ഇങ്ങോട്ട് വിളിച്ചു കൊടുക്കുമായിരുന്നു. എൻ്റെ കൊച്ച് എവിടെ പോയാലും സീറ്റ് ഇങ്ങോട്ട് വിളിച്ചു കൊടുക്കും. ബസ്സിന് പോയാൽ വരെ സീറ്റ് ഇങ്ങോട്ട് വിളിച്ചു കൊടുക്കും. അതല്ലേ? ആ അല്ല, അത് പറഞ്ഞപ്പോഴാ പയ്യൻ എന്താ ജോലി? നേരത്തെ ടെമ്പററി ആയിരുന്നു, ഇപ്പൊ പെർമനന്റ് ആയി. അല്ല, സ്ഥിര ജോലിയായി. പിന്നെ കല്യാണം എന്താ ഇത്രയും താമസിച്ചത്? സ്ഥിരമായിട്ടൊരു ജോലി കിട്ടിയിട്ട് മതി കല്യാണം എന്നാ തീരുമാനിച്ചത്. അപ്പൊ ഈ ജോലി സ്ഥിരമാവുന്നതിന് മുന്നേ എന്തായിരുന്നു ജോലി? പുള്ളിക്കാരനൊരു വലിയ സ്റ്റേജ് പെർഫോമറാണ്. ഓ, അപ്പൊ കലാകാരനാ. ഇവന്റെ പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ ഇല്ലാത്തവൻ കൈ വെച്ച് കെട്ടി അടിക്കും. അമ്മാതിരി ഒരു കലാകാരനാണ് ഞങ്ങളുടെ ഈ പയ്യൻ. അല്ല, എന്ത് പ്രോഗ്രാം ഒക്കെയാ പയ്യൻ ചെയ്യുന്നേ? കാണിച്ചു കൊടുക്കരെ. അമ്മ, ഞാൻ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് പ്രണവ് മോഹൻലാലിനെ. അല്ല, അറിയാലോ, പ്രണവ് മോഹൻലാൽ നമ്മൾ നേരിട്ട് സംസാരിക്കുമ്പോൾ സൗണ്ട് അല്ല, ഇത് ഫോണിൽ വിളിച്ച്. അപ്പോൾ ആ ചെറിയൊരു വേരിയേഷൻ വരും കേട്ടോ. അമ്മ ഇതൊരു പ്രണവ് മോഹൻലാലിന്റെ കാര്യം എടുത്തിട്ടില്ല. ഫോൺ എടുക്കുന്നില്ല പ്രണവ്, എന്ത് ചെയ്യാൻ? വലിയ ആ സൗണ്ട് കേൾപ്പിക്കായിരുന്നു. ഈ പ്രോഗ്രാമിന് ഇപ്പോഴും പോകുന്നുണ്ടോ? ഇല്ലമ്മ, ജോലി കിട്ടിയപ്പോൾ ഞാൻ ജോലിക്ക് പോയി തുടങ്ങി. ഓ, ആശ്വാസം. എൻ്റെ കൊച്ചു വിധവയാവത്തില്ലല്ലോ. എന്നാ പിന്നെ ഈ സകലകലാവല്ലവരെ അങ്ങ് ഉറപ്പിക്കട്ടാ. എൻ്റെ മോക്ക് ഞാൻ ഇതുപോലൊരു പയ്യനെയാ ആലോചിച്ചുകൊണ്ടിരുന്നത്. നീ അനുഭവിച്ചോ? എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. ആ, ഇറങ്ങിക്കോ. അയ്യോ പോലെ, ഒരു മിനിറ്റേ. രക്ഷപ്പെട്ടു. ഉരകങ്ങളൊന്നുമില്ല. എന്തുവായാലും ദൃഷ്ടി പതിയാത്തത് കൊണ്ട് എൻ്റെ കൊച്ചിൻ്റെ കാലിൽ ഇത്തോടെ നടക്കും. ജാനകി, ആ, എന്തോ ഉണ്ട്? ഒരു കാര്യം പറയാൻ വന്നതാ ഞാൻ. ആ, ഞാനിത് പറയുമ്പം ചേച്ചി എന്നെ ഒന്നും പറയരുത്. ആദ്യം അവള് കാര്യം പറ, എന്നിട്ട് പറയണോ വേണ്ടോ ഞാൻ തീരുമാനിക്കാം. പെണ്ണിനെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിടത്തുനിന്ന് ചെറുക്കനൊരു യൂട്ടേൺ അടിച്ചു. ആ, എന്നിട്ട് അവനിപ്പം വേറെ കല്യാണം ആലോചിക്കണോ പറയുന്നത്. എനിക്ക് അന്നേ ആ ചെറുക്കനെ കണ്ടപ്പോൾ തോന്നിയതാ അവൻ ഒരുപാട് യൂട്ടേൺ അടിക്കുന്ന മുതലാണെന്ന്. അവനെ ഈ വീട്ടിൽ കൊണ്ട് ഇരുത്തിയത് എൻ്റെ തെറ്റ്. നീ വിഷമിക്കണ്ടേ, എന്തോ ചെയ്യണമെന്ന് എനിക്കറിയാം. മാറി നിൽക്കണോ അങ്ങോട്ട്? എടി എടി ഉമ്മേ, എടി ഇങ്ങോട്ട് ഇറങ്ങി വാടി. എടി എടി ഒരു അന്നക്കൊണ്ട ഉണ്ടാക്കി വെച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വാടി ഇങ്ങോട്ട്. ആ, ഇവിടെ ഉണ്ടായിരുന്നു അന്നക്കൊണ്ടയും തള്ളയും. എടി, രണ്ടിലൊന്നും എനിക്കറിയണം. നിന്റെ ഈ ആയില്യംകാരൻ കാരണം എൻ്റെ മോടെ 9ാമത്തെ കല്യാണം ഇപ്പൊ യൂട്ടേൺ എടുത്ത് ആ വഴി ഡ്രൈവ് ചെയ്ത് അങ്ങ് പോയത്. അതറിയാമോ? എന്റെ കൊച്ചിങ്ങനെ കെട്ടാച്ചരക്കായിട്ട് നിന്നാ മതിയോ? മതിയോടി. പ്രശ്നം ഉണ്ടാക്കത്തില്ലടി. അവരെ താരാട്ട് പാട്ടാ, കുറച്ച് പാലും പഴവും കൂടെ കൊടുക്കാം. വേണ്ടേ? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നീയും നീ മുട്ടയിട്ട് വിരിപ്പിച്ച ഈ അന്നക്കൊണ്ട കുഞ്ഞും കൂടെ എത്രയും വേഗം ഈ വീട് സ്ഥലവും വിറ്റ് എവിടെയെങ്കിലും പൊക്കോണം. എന്തോ കീറ് വാങ്ങിക്കും മോളെ, നീ കീറ് വാങ്ങിക്കും, പറഞ്ഞില്ലെന്ന് വേണ്ട. അല്ലെങ്കിൽ ഞാൻ പറയുന്ന വില എൻ്റെ വീടിനും വസ്തുവിനും തന്നിട്ട് നീയൊക്കെ എങ്ങോട്ടെങ്കിലും പൊക്കോണം. ഞങ്ങളല്ലേ പോന്നേ? ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പോകും. 3 കോടി രൂപ. 1.5 കോടി രൂപയുടെ മുതലിന്
1.5 കോടി ബാക്കി 1.5 കോടി നീയൊക്കെ മുടക്കിയ കല്യാണത്തിന്റെ ആയിട്ട് വസൂലാക്കിക്കോടാം. 24 മണിക്കൂറിനകം 24 മണിക്കൂറിനകം എനിക്ക് ആ തീരുമാനം അറിയാം കേട്ടല്ലോ. ഇല്ല എനിക്ക് പാമ്പോട്ടെ കൊണ്ട് നിന്നെ ഊത്തിയെടുത്ത് ഞാൻ കളയും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ഇങ്ങോട്ട് വരാനാ ആവശ്യമായിട്ട് വഴക്കുണ്ടാക്കാൻ പോണേ? ആവശ്യമില്ലാത്തന്നോ? അന്നെ കൊണ്ടേ ഉണ്ടാക്കി വെച്ചേക്കോ നാട്ടുകാരെ മുടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു തള്ള വെടല. തള്ളയും വെടല, മോനും വെടല. ഒന്നെ കൊണ്ട മോന് എന്തുവാടോ എടി വീഴുവോന്നോ? ഇലയെല്ലാം പഴുത്തു പോയി ചേച്ചി, വെള്ളം ഒഴിക്കുമായിരുന്നു ശരിക്കും. പഴുത്തെങ്കിൽ ഞങ്ങൾ വെട്ടി വിറ്റോളാം. ഇയാളെന്തോടെ നിൽക്കുന്നേ? അല്ല 2 വണ്ടി മാറി കയറണം. ശരി, ചില്ലറ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ. ഇയൊക്കെ കിണ്ടി കയറാനാണോ ഞങ്ങള് പൈസ ഉണ്ടാക്കി വെച്ചേക്കുന്നത്? എന്താടോ നോക്കിക്കുന്നത്? നിനക്ക് ഇവനെ കെട്ടണോ? ആലോചിക്കാടി, എങ്ങനെയെങ്കിലും ഒന്ന് കെട്ടിമുടിയേ. എടോ എന്നെ നാളെന്തോ ആയില്ലേ? അണലി ആ ഗേറ്റിന്റെ വാതിക്കലോട്ട് നിന്നോ, അവര് മുടിയട്ടെ. അയ്യോ, ഈ എഴജന്തുക്കളെല്ലാം കൂടെ എങ്ങനെ വരുന്നടാ ഇവിടെ? കേറിയോട്ടെ. ഓ എന്റെ അമ്മേ. ആരാ? അടയ്ക്ക സ്വാമി. ശബ്ദം ഞാൻ എവിടെയോ കേട്ടിട്ട്. ജോത്സ്യനല്ലേ? ജോത്സ്യനായിരുന്നു. ഇപ്പം ഇതാണ് ട്രെൻഡ് എന്ന് മനസ്സിലാക്കി ഈ രീതിക്ക് നീങ്ങി. കുറച്ച് പൈസ ഉണ്ടാക്കണമല്ലോ. ഇതെന്താ ഈ കോലത്തില്? ബുധനാഴ്ച ആയതുകൊണ്ട് ഞാൻ ഈ കോലത്തിൽ വന്നു. വെള്ളിയാഴ്ചയാണെങ്കിൽ ഞാൻ വെറ്റില സ്വാമി. തിങ്കളാഴ്ചയാണെങ്കിൽ മതി. ആസാമി എന്ന് മനസ്സിലായി. വന്നതിന്റെ ഉദ്ദേശം പറ. പരിഹാരം കണ്ടു, അത് പറയാൻ വേണ്ടി അങ്ങോട്ട് വന്നത്. ഇരിക്കുക. വേണ ഞാനിവിടെ നിന്നോളാം. ഇരിക്കൂ, പറയട്ടെ. പറ. നാം വന്നത് നമ്മുടെ ദ്വാരദൃഷ്ടിയിൽ ഒരു പരിഹാരം കണ്ടു. അന്ന് വന്നപ്പോ പരിഹാരമൊന്നും ഇല്ലെന്നല്ലേ പറഞ്ഞത്? എനിക്ക് ആ പരിഹാരത്തെ വിശ്വാസമില്ല. വേണ്ട. ഈ തള്ളയ്ക്ക് ഒരു മാറ്റവും ഇല്ല. ഞാൻ പറയുന്നത് അങ്ങോട്ട് കേൾക്കുക. എന്നാ പറ. ആയില്യം അയൽപക്കത്തുണ്ടെങ്കിലല്ലേ കുഴപ്പമുള്ളൂ. ഉള്ളൂ. അത് സ്വന്തം വീട്ടിലായ കുഴപ്പമില്ലല്ലോ. സ്വന്തം വീട്ടിലായ ഒരു കുഴപ്പമില്ല. അയൽക്കാർക്കല്ലേ കുഴപ്പമുള്ളൂ. അവര് വിഷമിച്ചോളും. അത്രേ അറിഞ്ഞാൽ മതി. ഇനി കണ്ണടച്ച് ഒരു നിമിഷം ധ്യാനത്തിലിരിക്കുക. അതിന്റെ ആവശ്യമാണെന്ന് തോന്നുന്നില്ല. ഞാൻ പറയുമ്പോൾ ഒരു വിശ്വരൂപം കാണാം. എന്താ? എനിക്ക് വയ്യ. ആദ്യം കണ്ണടയ്ക്കൂ. കേറിപ്പോരെ. കണ്ണു തുറക്കൂ. എടാ, നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാ ഈ വീട്ടിൽ കയറാൻ? ഇറങ്ങിപ്പോടാ. അമ്മേ. അമ്മയോ? ആടാ എന്റെ അമ്മ. നിന്റെ തള്ളപ്പ വിളിയടാ. ജാനകിച്ചായി, ഞാൻ പറയുന്നത് മനസ്സിലാക്കണം. നിങ്ങൾ കാരണം കുറേ നാൾ കൊണ്ട് ഞാൻ ആ വീട്ടിൽ കിടന്ന് വീർപ്പ് മുട്ടുക. ഈ നാട്ടുകാരുടെ മുന്നിൽ മൊത്തം ഇതൊക്കെ ഒരു അന്ധവിശ്വാസം. ഒന്ന് മനസ്സിലാക്കുക നിങ്ങൾ ആദ്യമേ. ഒരു അന്ധവിശ്വാസമല്ല. എടാ, നീ കാരണം എന്റെ കൊച്ചിന്റെ 9 കല്യാണാലോചനയാ മുടങ്ങിയത്. മനസ്സിലായോ? എന്നിട്ട് കേറി വന്നേക്കുന്ന ഇങ്ങോട്ട് ഈ കുടുംബം മുടിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ പിന്നെ 10ാമത്തെ ഞാൻ റെഡിയാക്കി തരാം. ഞാൻ വന്നേടി. ഞങ്ങൾ കല്യാണം കഴിച്ചു. അമ്മ, ആയില്യം അയൽപ്പക്കത്തുള്ളവർക്ക് ദോഷമെന്നല്ല അമ്മയുടെ വിശ്വാസം. എന്നാൽ ഇപ്പൊ നമ്മൾ അയൽപ്പക്കക്കാരല്ലല്ലോ, വീട്ടുകാരായില്ലേ. എടി, നിനക്ക് എന്തുവാടി? നിനക്ക് തലയ്ക്ക് സ്ഥിരതയില്ലയോ? ഇവനെ പിടിച്ച് കെട്ടി നീ അനുഭവിച്ചൊന്നും നിനക്ക് പോരായോ? അമ്മേ, ഒരു നാളും മോശമല്ല. നമ്മുടെ പ്രവൃത്തി പോലെ ഇരിക്കും നമ്മുടെ ജീവിതം എങ്ങനെ മുമ്പോട്ട് പോകണമെന്ന്. കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഈ ആയില്യത്തിന് ഇത്രയും പ്രശ്നം. ഈ അമേരിക്ക ജീവിക്കുന്നവർക്കും ജപ്പാനിൽ ജീവിക്കുന്നവർക്കും ഒന്നും ഈ പ്രശ്നമൊന്നും ഇല്ലയോ? എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഇതൊന്നും അന്ധവിശ്വാസമല്ല. ഈ ആയില്യം വലിയ പ്രശ്നക്കാരാണെങ്കിലേ ഇന്ത്യ പാക് ബോർഡറിലോട്ട് കുറച്ച് ആയില്യക്കാരെ അങ്ങ് പറഞ്ഞു വിടാം. പാകിസ്ഥാൻ മൊത്തം അങ്ങ് ദൃഷ്ടി പതിഞ്ഞ് നശിച്ചു പോകുമല്ലോ. എന്തേ അമ്മ, ഇനിയെങ്കിലും ഒന്ന് വിശ്വസിക്കാമേ. അന്ധവിശ്വാസം ഇതൊക്കെ. നമുക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായില്ല ആയില്യം അങ്ങനൊന്നും ഇല്ലെന്ന്. ഞങ്ങളെ സ്വീകരിക്കമ്മേ. ഇനിയിപ്പോ ഒന്നും പറയണ്ട. ഇത് കൈ നീട്ടി അങ്ങോട്ട് സ്വീകരിക്കുക. സ്വീകരിക്കമ്മേ. അമ്മ സ്വീകരിക്കമ്മ. മനസ്സില്ല. ഇത്രയും നാളും ചെറിയ വിശ്വാസമേ എനിക്കുള്ളായിരുന്നു. ഇപ്പൊ പൂർണ്ണമായിട്ടും വിശ്വാസമായി. ഇതൊക്കെ വെറും അന്ധവിശ്വാസങ്ങളാണ്. ഞങ്ങളെപ്പോലുള്ള പണ്ഡിതന്മാരായ ജ്യോത്സ്യന്മാർ വരെ ഇതിൽ വിശ്വസിക്കുന്നില്ല. ഇപ്പൊ വിശ്വാസമായോ? എടി,
പ്രീ ഡിഗ്രി തോറ്റ് നല്ല വിദ്യാഭ്യാസം ഉള്ള നിന്നെ 5ാം ക്ലാസ്സും ഗുസ്തി ഉള്ളവൻ പ്രേമിച്ച് വളച്ച് കെട്ടണമെങ്കിൽ ഇവന്റെ ആയില്യം ഒരൊന്നൊന്നര ആയില്യം തന്നെയാ. ഇപ്പൊ എനിക്ക് മനസ്സിലായി ആയില്യം കുടുംബം മുടിക്കുമെന്ന്. കേട്ടോ? നീ എന്ത് പാടായിട്ട് ആട്ടിക്കൊണ്ടിരിക്കുന്നവന്റെ കിണുങ്ങാമണിയെല്ലാം കൂടെ. മനസ്സില്ല, എനിക്ക് സ്വീകരിക്കാൻ മനസ്സില്ല. ഞാനൊട്ട് സ്വീകരിക്കത്തുമില്ല. എന്റെ വിശ്വാസങ്ങൾ തന്നെയാ. അതൊന്നും ഒരിക്കലും മാറാനും പോകത്തില്ല. വേണ്ട, സ്വീകരിക്കണ്ട. ഇവരെ പോലുള്ള അന്ധവിശ്വാസം ഉള്ളിടത്തോളം കാലം ഞങ്ങളെപ്പോലുള്ള അടക്ക സ്വയംമാര് ജീവിക്കും.